السلام عليكم ورحمة الله. الحمد لله وحده والصلاة والسلام على من لا نبي بعد أما بعد. പൊരുതുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വേദിയെയും സദസ്സിനെയും ധന്യമാക്കിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഇന്ന് രാത്രി ഉറങ്ങുന്നില്ല. ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണല്ലോ നാം ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് വിഭാഗം ആൾക്കാരെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: രണ്ട് വിഭാഗം ആൾക്കാരുടെ കണ്ണുകൾ നരകം സ്പർശിക്കുകയില്ല. അതിൽ ഒന്ന് ഐനുൻ ബക്കത്തു മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ടുള്ള കരച്ചിൽ ആർക്കാണോ ഉണ്ടായത് അവരെ നരകം സ്പർശിക്കുകയില്ല. വഐനുൻ ബാതത്ത് തഹ്റുസു ഫീ സബീലില്ലാഹ്, രാത്രി മുഴുവൻ ദൈവിക പാതയിൽ കാവൽ നിൽക്കുന്നവരുടെ കണ്ണുകളെയും നരകം സ്പർശിക്കുകയില്ല എന്നുള്ള വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനാമൃതമാണ് സഹോദരങ്ങളെ നമുക്ക് ആവേശം നൽകുന്നത്. നാം അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി, പിറന്ന നാടിന്റെ മോചനത്തിന് വേണ്ടി, സ്വാസ്ഥ്യം കെടുത്തുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ ശക്തമായ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കഴിയുന്ന ഫലസ്തീൻ യുവതയോടൊപ്പമാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും. ഒരു കാലഘട്ടത്തെ കശ്മീരിനെ കുറിച്ച് വൈദേശികർ പറഞ്ഞത്, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ്, അത് ഇതാണ്, അത് ഇതാണ്. അത് പറഞ്ഞവർ തന്നെ പിന്നീട് മാറ്റി പറയേണ്ടി വന്നു എന്നുള്ളത് ചരിത്രമാണ്. ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ഇതാണ്, അത് ഇതാണ്, അത് ഇതാണ്. ഇന്ന് വൈദേശിക പത്രങ്ങൾ പോലും, നിഷ്പക്ഷമായ കാര്യങ്ങളെ വിലയിരുത്തുന്ന മാധ്യമങ്ങൾ പോലും ഗസയെ കണ്ടുകൊണ്ട്, ഫിലസ്തീനിനെ കണ്ടുകൊണ്ട് പറയുകയാണ്, ലോകത്തൊരു നരകമുണ്ടെങ്കിൽ അത് ഇതാണ്. സത്യസന്ധമായുള്ള ഒരു വാർത്തയാണത്. നരകം നാം കണ്ടിട്ടില്ല, നാം കേട്ടിട്ടുണ്ട്, അതിലെ അനുഭവങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ കൂടിയും പ്രവാചകരുടെ വചനാമൃതങ്ങളിൽ കൂടിയും അവിടെയുള്ള നേരത്തെയുള്ള പ്രഭാഷകന്മാരൊക്കെ അതിനെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിച്ചതാണ്. അവിടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും പൈതാഹത്താൽ പൊട്ടിക്കരയുന്ന ദയനീയമായ രംഗങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കുകയാണ് വാർത്താ മാധ്യമങ്ങളിൽ കൂടി. ഇന്ന് ലോകം മുഴുവനും ഫലസ്തീനിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജനമനസ്സുകളെ സ്വീകരിക്കുകയാണ്. ഫലസ്തീൻ മക്കളോടൊപ്പം നാം നിൽക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച എറണാകുളത്തെ കല്ലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് 10,000-കണക്കിന് യുവാക്കൾ പങ്കെടുത്ത വമ്പിച്ച ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടന്നിട്ടുണ്ട്. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദവത്തുൽ മുജാഹിദീന്റെ യുവപഥമായ ഇത്തിബാഹ് ശുബ്ബാനുൽ മുജാഹിദീൻ ISM-ന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഫലസ്തീൻ അംബാസിഡർ അബു അദിയാനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉൾക്കൊള്ളുന്ന കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്നവരുടെയൊക്കെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടാണ് പ്രതിജ്ഞ ചൊല്ലിയത്. 10,000-കണക്കിന് യുവപഥങ്ങൾ ഫലസ്തീന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്. ആ ഐക്യദാർഢ്യം നാം ഇവിടെയും പ്രഖ്യാപിക്കുകയാണ്. 1000 ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി. ഇവിടത്തെ പ്രമേയം തന്നെ നമുക്ക് ചെയ്യാവുന്നത് ഒന്നാമതായ ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്വാസിയുടെ ആയുധമെന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, വിശ്വാസിയുടെ പ്രാർത്ഥന ആയുധമാണ്. ആ ആയുധം കൊണ്ട് നാം നേരിടുകയാണ്. റബ്ബിങ്കലേക്ക് നാം ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് മസ്ജിദുകളിലും ഏകാന്തതകളിലും വീടുകളിലും അങ്ങനെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി റബ്ബിനോട് നമ്മുടെ കൈകൾ ഉയർത്തുകയാണ്. രണ്ടാമതായി നാം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്, ആ ഫലസ്തീനെതിരെ കിരാതമായ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജൂത സയനിസ്റ്റുകളുടെ ആ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളത്
ശ്രദ്ധേയമായ ഒരു കാര്യമാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്ന ഈ പ്രതിഷേധത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നാം ശ്രദ്ധിച്ചിരിക്കും സഹോദരങ്ങളെ, പല പ്രഭാഷകന്മാരും ഇവിടെ പറഞ്ഞതാണ്, ഫലസ്തീനിലെ കുട്ടികൾ അനുഭവിക്കുന്ന വേദനകൾ, ആ പ്രയാസങ്ങൾ, ആ ദുഃഖങ്ങൾ നാം ഏറ്റെടുക്കുകയാണ്, റബ്ബിങ്കലേക്ക് നാം വിടുകയാണ്. അവിടെയുള്ള മക്കളുടെ എന്തൊരു ഈമാനികമായിട്ടുള്ള കരുത്താണ് സഹോദരങ്ങളെ. വൈറലായ വീഡിയോകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ വീട് നഷ്ടപ്പെട്ട്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട്, പെങ്ങന്മാർ നഷ്ടപ്പെട്ട് 12 വയസ്സായ ഒരു പൊന്നുമോനോട് വൈദേശിക ലേഖകർ ചോദിക്കുകയാണ്, എങ്ങനെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നു മോനെ, എങ്ങനെ നിനക്ക് കരുത്താർജിക്കുവാൻ സാധിക്കുന്നു എന്ന് ആ 12 വയസ്സായ മകനോട് ചോദിക്കുമ്പോൾ ഈമാനിന്റെ കരുത്തിന്റെ പ്രതീകമാണ് ആ പൊന്നുമോന്റെ അധരങ്ങളിൽ നിന്നും നിർഗളിച്ചത്. വെറുതെയല്ല, വിശുദ്ധ ഖുർആനിലെ വചനാമൃതങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചതിന്റെ ആ ഒരു പരിണിത ഫലമാണ് ആ പൊന്നുമോൻ പത്രക്കാരോട് പറഞ്ഞത്. എന്റെ ഈമാനിക ആവേശം എന്തെന്നറിയുമോ? പൂർവീകരായിട്ടുള്ളവർ കാണിച്ചു തന്ന മഹനീയ മാതൃകയാണ്. വിശുദ്ധ ഖുർആനിലെ ചില വചനാമൃതങ്ങൾ പത്രക്കാരോട് ഓതി കേൾപ്പിച്ചു ആ 12 വയസ്സുകാരൻ. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 155-ാമത്തെ ആയത്ത് ആ പൊന്നുമോൻ ഓതുകയാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസും മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബതഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തും മിൻ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. വിശ്വാസികളെ, ആശ്വാസപ്പെടേണ്ട ആയത്തുകളാണ്. ആ പൊന്നുമോൻ ആരാണ്? ആ പൊന്നുമോൻ, അവന്റെ മനോവിധം, അവന്റെ മനോമുഖരത്തിൽ തെളിയുന്നത് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്താണ്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, പെങ്ങന്മാർ നഷ്ടപ്പെട്ടു, കിടപ്പാടം നഷ്ടപ്പെട്ടു, ശുദ്ധശൂന്യമായ ആ സ്ഥലം നോക്കിക്കൊണ്ടാണ് മകനെ ആയത്തോതുന്നത്. തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വിശപ്പ് കൊണ്ട്, ദാഹം കൊണ്ട്, വേണ്ടപ്പെട്ടവരുടെ വിയോഗം കൊണ്ട്, കൃഷികളുടെ കുറവ് കൊണ്ട്, അങ്ങനെയുള്ള 5 രീതിയിലുള്ള പ്രയാസങ്ങളെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ആരെ? ജോസഫിനെയും മാധവനെയും അല്ല, മുഹമ്മദിനെയും അഹമ്മദിനെയും അബൂഅദിയാനെയും മുസ്ലിംകളെ പരീക്ഷിക്കുമെന്ന് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങിയ വിശുദ്ധ ഖുർആനിലെ വചനാമൃതങ്ങളാണ്. രണ്ടാമതായി ആ പൊന്നുമോൻ പത്രക്കാരോട് ഓതി കേൾപ്പിച്ചത്, വിശ്വാസികളെ, നമ്മുടെയും ജീവിതത്തിൽ നേരത്തെ ഒരു സഹോദരൻ സൂചിപ്പിച്ചുവല്ലോ, നമ്മുടെ രാജ്യത്തിന്റെയും പോക്ക് അത്ര നല്ല രീതിയിലല്ല. ജനാധിപത്യത്തെ ഇല്ലാതാക്കുവാനും മതേതരത്വത്തെ തച്ചുടക്കുവാനും വേണ്ടിയുള്ള മുൻവിധിയോടുകൂടിയുള്ള ഈ രാജ്യത്തിന്റെ പോക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ ഖുർആനിന്റെ വചനാമൃതങ്ങളെയും വിശ്വാസികൾ എന്നുള്ള നിലയിൽ നാം നെഞ്ചിലേറ്റേണ്ടത്. രണ്ടാമതായി ആ ഫലസ്തീൻ 12 വയസ്സായ ആ ബാലൻ പത്രക്കാരോട് പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 214-ാമത്തെ ആയത്താണ് സഹോദരങ്ങളെ. ഏതാണ് ആയത്ത്? നമുക്ക് ഹൃദയസ്ഥമാണ്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതഹുമുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. വിശ്വാസികളെ, ഹൃദയത്തിൽ കൊത്തിവെക്കണം ഈ ആയത്ത്. നമ്മുടെ രാജ്യത്ത് നാം ജീവിക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രയാസങ്ങൾ നമുക്കും നേരിടേണ്ടി വരും. എത്രത്തോളം എന്നറിയുമോ? മഹാനായ ഒരു സ്വഹാബിയോട് താബിഈയായ ഒരു പണ്ഡിതൻ ചോദിക്കുകയാണ്, അല്ലയോ സഹോദരാ, എന്തൊരു പ്രയാസമാണ് നാം അനുഭവിക്കുന്നത്, എന്തൊരു മനോവിധയാണ് നാം അനുഭവിക്കുന്നത്. ഇതുപോലെയുള്ള പ്രയാസങ്ങൾ നാം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ കാണുകയാണ്, മാ മിൻ ആമിൻ ഇല്ലല്ലദീ ബഅദുൻ ശർറുൻ മിൻഹു ഹത്താ തൽഖൗ റബ്ബക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഓരോ വർഷവും ഫിത്നകൾ കൂടും. ഈ വർഷം 2023 നാം 24-ലാണല്ലോ നാം ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം 25-ൽ സമാധാനത്തിന്റെ വർഷമായിരിക്കുമെന്ന്, ഫിത്നകളില്ലാത്ത ഒരു വർഷമായിരിക്കും 26 എന്ന് നാം ഒരുപക്ഷെ പ്രതീക്ഷിക്കാം.
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഓരോ വർഷവും ഫിത്നകൾ കൂടിക്കൊണ്ടേയിരിക്കും. ഹത്താ തൽഖൗ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ. പ്രവാചകന്റെ വചനാമൃതമാണ്, വഹയിൽ നിന്ന് കിട്ടിയ പ്രവാചകന്റെ പൊരുളാണ്. ഹത്താ തൽഖൗ റബ്ബക്കും, ഫലസ്തീനിലെ മക്കളെ, ഇതായിരിക്കട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം. റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ പരീക്ഷണങ്ങൾ നേരിട്ടേക്കാം. ആ പരീക്ഷണങ്ങൾ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുന്ന ഫലസ്തീൻ മക്കളെ, ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ആയുധമായ പ്രാർത്ഥനയാണ്. ഞങ്ങൾ ആകാശത്തിങ്കലേക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഞങ്ങളുടെ റബ്ബിങ്കലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബിനോട് ഞങ്ങൾ സമർപ്പിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ആ ഫലസ്തീനിലെ യുവാവ് 12 വയസ്സായ ആ പൊന്നുമോൻ പത്രക്കാരോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? മൂന്നാമത്തെ ആയത്ത്, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻകബൂത്തിലെ 2ാമത്തെ വചനം, അഹസിബന്നാസ് അൻ യുത്രകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. മുസ്ലിംകളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വിശ്വാസികളെ അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ നിന്നും രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ. വിശ്വാസത്തിന്റെ പൂർണ്ണത എത്തിയവർ ആരെന്ന് റബ്ബിനറിയണം. മുൻഗാമികൾ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്കും അനുഭവിക്കേണ്ടി വരും. ഇട്ടേച്ചു പോകുന്നവനല്ല, ഇനി എന്താണ് ഞാൻ പരീക്ഷണങ്ങൾ താങ്ങേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് നിസ്സഹായനായി നിലവിളിക്കുന്നവനെയല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വിശ്വാസികളെ, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, ഫലസ്തീനിലെ ആ യുവാവ് പറഞ്ഞ ആയത്താണ് ഹൃദയത്തിൽ കുത്തിവെക്കണം. എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലയഅലമന്നല്ലദീൻ, മുൻഗാമികൾ അനുഭവിച്ചു പോയ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗങ്ങൾ, സിൽസാലുകൾ, ഭൂമികുലുക്കങ്ങൾ പോലെയുള്ള പ്രയാസങ്ങൾ, ദുരിതങ്ങൾ നിങ്ങളെയും ബാധിക്കും. പ്രവാചകന്മാരും പ്രവാചകരോടൊപ്പമുള്ള അനുയായികളും പറഞ്ഞു റബ്ബിനോട്, മത്താ നസ്റുല്ലാഹ്, അല്ലാഹ് എപ്പോഴാണ് സഹായമുണ്ടാവുക? ഫലസ്തീനിലെ ജൂതന്മാരുടെ കിരാതമായ അക്രമം കണ്ടുകൊണ്ട് ഓരോ വിശ്വാസിയും പറയുകയാണ്, മത്താ നസ്റുല്ലാഹ്, അല്ലാഹ് എപ്പോഴാണ് നിന്റെ സഹായം ഉണ്ടാവുക? ഇത് പ്രവാചകന്മാർ പറഞ്ഞ ആയത്താണ്, പ്രവാചകന്റെ അനുയായികൾ പറഞ്ഞതാണ്. ക്രൂരന്മാരുടെ പരീക്ഷണങ്ങൾക്കും ക്രൂരന്മാരുടെ ദയയില്ലാത്ത അക്രമങ്ങളും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ആ പ്രവാചകന്മാരും സ്വഹാബികളും പറഞ്ഞു പോയതാണ്, മത്താ നസ്റുല്ലാഹ്. ഫലസ്തീനിലെ മക്കൾ ചോദിക്കുകയാണ്, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാ റബ്ബേ നിന്റെ സഹായം ഉണ്ടാവുക? ആശ്വാസമുണ്ട്, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, ഇതാ അറിയുക, സമീപത്ത് തന്നെയുണ്ട് അല്ലാഹുവിന്റെ സഹായമെന്ന്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസപ്പെടുത്തിയ വചനാമൃതമാണ്. അവസാനമായി 12 വയസ്സുകാരനായ ആ ബാലൻ പറഞ്ഞ ഒരു ആയത്ത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശ്വാസികളെ, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വിശ്വാസികളെ നെഞ്ചിലേറ്റണം. ജീവിതത്തിൽ ഒരു ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ. പ്രയാസങ്ങളും ദുരിതങ്ങളും മനോവിധകളും വരുമ്പോൾ വിശുദ്ധ ഖുർആനിലെ പാരായണങ്ങൾ, അതിന്റെ അർത്ഥതലങ്ങളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും സ്വാംശീകരിക്കുവാനുള്ള ഒരു അടയാളപ്പെടുത്തലുകളായിരിക്കണം നമ്മുടെ ജീവിതം. അവസാനമായി ആ ഫലസ്തീനിലെ 12 വയസ്സുകാരനായ ആ ബാലൻ പത്രക്കാരോട് പറയുന്ന വിശുദ്ധ ഖുർആനിലെ 4ാമത്തെ ആയത്ത്, വിശ്വാസികളെ, സൂറത്തു തൗബയിലെ 51ാമത്തെ വചനമാണ് ഹൃദയത്തിൽ കുത്തിവെക്കണം. ഏത് ഭരണാധികാരികൾ ലോകം ഭരിച്ചാലും, ഏത് ഭരണാധികാരികൾ രാജ്യം ഭരിച്ചാലും ഭീഷണികൾ വന്നുകൊണ്ടേയിരിക്കും. NRCയുടെ ഭാഗത്ത്, അതുപോലെ തന്നെ പൗരത്വ വിഷയങ്ങൾ, അതുപോലെ തന്നെ NCCയുടെ, അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നാം അറിയുക, ഈ ഫലസ്തീനിലെ ബാലൻ പറഞ്ഞ ഈ ആയത്ത് നമുക്ക് മാതൃകയാകട്ടെ, ഹൃദയാന്തരങ്ങളിൽ തുളച്ചു കയറട്ടെ. സൂറത്തു തൗബ 51ാമത്തെ ആയത്ത്, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലൽ മുഅ്മിനൂൻ. എന്ത് മുസീബത്തുകൾ വന്നാലും ഫലസ്തീനിലെ മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്,
ഗസയിലെ മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫലസ്തീനിലെ പോരാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഖുൽ നബിയെ പറയുക, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു എഴുതാത്ത ഒരു മുസീബത്തും ഇല്ല, ഹുവ മൗലാനാ, അവനാണ് ഞങ്ങളുടെ യജമാനൻ, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. നിങ്ങൾ വിശ്വാസികളാണോ? അല്ലാഹുവിലുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ പൂർണ്ണമായും റബ്ബിൽ സമർപ്പിക്കണം, അവനിൽ തവക്കുലാക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ വചനമാണ് വിശ്വാസികളെ. ക്രൂരന്മാരാണ് ഈ യഹൂദന്മാരെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 82-ാമത്തെ ആയത്തിൽ നാം വായിക്കുകയാണ്, ലതജിദന്ന അശദ്ദന്നാസി അദാവത്തുൽ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ. സത്യവിശ്വാസികളോട് ഏറ്റവും ക്രൂരമായി അന്നും ഇന്നും എന്നും പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം ഈ ജൂതന്മാരാണ്. വിശുദ്ധ ഖുർആനിലെ പൊരുളാണ്. ജൂതന്മാർ അക്രമികാരികളാണ്. എന്നും ഫലസ്തീൻ മക്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. 948 ഭൂപടത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ ഒരു പേര് പോലും കൊത്തുവെക്കുവാനില്ലാത്ത ഇസ്രായേൽ, ആ സയനിസ്റ്റ് രാജ്യത്തെ ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ചേർന്നുകൊണ്ട് ഒരു രാജ്യമുണ്ടാക്കി കൊടുത്തു. പിറന്നു വീണ ഫലസ്തീനിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ടു. ഇൻഷാ അല്ലാഹ് ഒരു സലാഹുദ്ദീൻ അയ്യൂബിയുടെ വരവുണ്ടാവുക തന്നെ ചെയ്യും. ബിഇദ്നില്ലാഹ് ഉണ്ടാവുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ വഅദയാണ്, പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ഫലസ്തീൻ അതിജീവിക്കുക തന്നെ ചെയ്യും. ഫലസ്തീൻ പൊരുതി അവിടെ വിജയിക്കുക തന്നെ ചെയ്യും. ഈ പരീക്ഷണങ്ങളെല്ലാം മുൻഗാമികൾ അനുഭവിച്ചതിന്റെ ആ ഒരു പാരമ്പര്യമായി മനസ്സിലാക്കുകയാണ് ഫലസ്തീനിലെ പോരാളികൾ. അവർ പതറുകയില്ല. പത്രക്കാരൊക്കെ പറയുകയാണ്, എന്തൊരു ധൈര്യമാണ് ഇവർക്ക്, എവിടെ നിന്ന് കിട്ടിയ ഇവർക്കുള്ള ആത്മധൈര്യം. അവരുടെ കയ്യിലുള്ള ആയുധം ആധുനിക ആയുധത്തിന്റെ കൂടെ തന്നെ അവരുടെ കയ്യിൽ ഒരു കയ്യിൽ വിശുദ്ധ ഖുർആനും മറുകൈയിൽ പ്രവാചകരുടെ സുന്നത്തുമാകുന്ന ആയുധമാണ് അവരുടെ കൈമുതൽ എന്ന് വിശ്വാസികളെ മനസ്സിലാക്കുക. ആ ആയുധത്തിന്റെ കൈക്കരുത്താകട്ടെ, ആ പ്രാർത്ഥനയുടെ കൈമുതലാകട്ടെ നമ്മുടെ ഈ രാവും നമ്മുടെ ഈ പ്രാർത്ഥനകളും നമ്മുടെ ഈ സമയങ്ങളുമെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി പൊരുതുന്ന ഈ ഐക്യദാർഢ്യ സമ്മേളനം ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രാത്രിയിൽ ഉറക്കമൊഴിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദീനിന് വേണ്ടിയാണ് രാത്രി ഉറക്കമൊഴിക്കുന്നത്. നാം ദീനിന് വേണ്ടിയാണ് ഉറക്കമൊഴിക്കുന്നത്. ഫലസ്തീൻ മക്കൾക്ക് വേണ്ടിയാണ്. ഫലസ്തീനിലെ ഓരോ മക്കളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തളഅഫീന മിനർ റിജാലി വന്നിസായി വൽ വിൽദാൻ. അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ ആയുധമെടുക്കുന്നില്ല എന്ന് ഫലസ്തീനിലെ ഓരോ പോരാളികളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ ദൗത്യം വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഫലസ്തീൻ മക്കൾ, ആ പോരാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജനിച്ച നാട് തിരിച്ചു പിടിക്കുവാനുള്ള ആ ഒരു പോരാട്ടത്തിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഈ പരിപാടിക്ക് കേരള നദവത്തുൽ മുജാഹിദീൻ എന്നുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.